ഒന്നാം വർഷ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ജോനാഥൻ്റെ കഥയിൽ നിന്ന് സന്ദർശനത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. പ്രചോദനത്തെക്കുറിച്ചും മുന്നേറ്റത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഊർജം നിറച്ച കിനാവ് മനസ്സിൽ നിറയ്ക്കുന്ന ഒരു പ്രവേശക പ്രവർത്തനത്തിന് ശേഷം ഈ പാഠത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. പ്രണയനഷ്ടവും വിഷാദവും നിരാശയും കലർന്ന ഈ കവിത എങ്ങനെയാണ് പ്രചോദനാത്മകമാകുന്നത്? എന്താണ് കിനാവ് എന്ന യൂണിറ്റിൽ ഈ കവിത ഉൾപ്പെടുത്തിയതിൻ്റെ സാങ്കത്യം, ഔചിത്യം എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രം അത്രയൊന്നും വർണ്ണാഭമല്ല. നമ്മുടെ പ്രതീക്ഷകൾ പൊലിഞ്ഞുപോയ കാലഘട്ടമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ കാലം. പ്രത്യേകിച്ച് 70കളും 80കളും ഒക്കെ നമ്മുടെ യുവാക്കളിൽ നിരാശയും അരക്ഷിതാവസ്ഥയും ഒക്കെ നിറച്ച കാലമാണ്. ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കണ്ട പ്രതീക്ഷകൾ മിക്കതും അസ്തമിച്ചു പോയി. രാഷ്ട്രീയ അരാജകത്വം, രാഷ്ട്രീയ കെടുകാര്യസ്ഥത, അഴിമതി എല്ലാം ഇന്ത്യൻ സമൂഹത്തിൽ പിടിമുറുക്കി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി. ഇന്ത്യൻ ജനാധിപത്യം നിറം മങ്ങിപ്പോയി. പ്രതീക്ഷിക്കാനൊന്നുമില്ല. വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നാക്കാവസ്ഥ, പട്ടിണി, തൊഴിലില്ലായ്മ, ദുരിതങ്ങൾ. അതിനൊപ്പം ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള, ജനാധിപത്യത്തെ തന്നെ കുരുതി കഴിച്ച രാഷ്ട്രീയ അടിയന്തരാവസ്ഥ. ഇതെല്ലാം ചേർന്ന ഒരു അരാജകമായ, ജീർണമായ ഒരു ഇന്ത്യയാണ് ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് കിട്ടുന്നത്. കൗമാരത്തിൽ തന്നെ 18 കവിതകളും അമാവാസിയും പ്രസിദ്ധീകരിച്ചുകൊണ്ട് മലയാള കവിതയിലെ ഏറ്റവും തീക്ഷ്ണമായ യൗവനം അടയാളപ്പെടുത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സർഗാത്മകമായി കാലത്തോടും ചരിത്രത്തോടും പ്രതികരിച്ച ആളാണ്. കാലം കൊണ്ട് അദ്ദേഹം ആധുനികനാണ്. ആധുനികരുടെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത്. ഭാഷ കൊണ്ടും ആധുനികനാണ്, സമീപനം കൊണ്ടും ആധുനികനാണ്. പക്ഷേ കാൽപ്പനികതയുടെ അനവദ്യമായ സൗന്ദര്യം തൻ്റെ കവിതകളിൽ നിറച്ചുവെച്ച കവിയാണ്. ആധുനികതയുടെ കാലത്ത് കാൽപ്പനികതയുടെ സൗന്ദര്യം നമുക്ക് ചുള്ളിക്കാടിൻ്റെ കവിതകളിൽ കാണാം. പ്രണയഭരിതമായ ആ കവിതകൾ കാൽപ്പനികതയുടെ എല്ലാ സൗന്ദര്യങ്ങളും ആവാഹിച്ചു നിൽക്കുന്നവയാണ്. പക്ഷേ അത് ചങ്ങമ്പുഴ കവിതകൾ പോലെ മധുര കോമള പദാവലികൾ കൊണ്ടൊന്നും എഴുതിയ കവിതകളല്ല. ചുട്ടുപൊള്ളിക്കുന്ന അമ്ലതീഷ്ണമായ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, 2 വാക്കുകൾ ചേരുമ്പോൾ, കവിതയിൽ 2 വാക്കുകൾ ചേരുമ്പോൾ മൂന്നാമതൊരു വാക്കുണ്ടാവുകയല്ല, ഒരു നക്ഷത്രം വിരിയുകയാണ്, ഒരു നക്ഷത്രം ഉദിക്കുകയാണ് എന്ന് പറയും. അത് നമുക്ക് ശരിക്കും കാണണമെങ്കിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ വായിക്കണം. നമ്മൾ ഈ പാഠത്തിൽ തന്നെ പരിചയപ്പെടുന്ന കൃഷ്ണകാന്തവും ഭുദായനവും ഒക്കെ അതുപോലുള്ള വാക്കുകൾ, ധാരാളം വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ, മൗനം കുടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അത്തരം പദങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വിസ്മയങ്ങൾ ആ കവിയെ ഏറ്റവും ആധുനികനുമാക്കും. ഇത്രയും പദങ്ങൾ, ഇത്ര സുന്ദരമായി പദങ്ങൾ ഉപയോഗിച്ച ഒരു കവി മലയാളത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. പ്രണയം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ, ധാരാളം കവിതകളിൽ, ആനന്ദധാരയിലും പോകൂ പ്രിയപ്പെട്ട പക്ഷിയിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പ്രണയം അദ്ദേഹത്തിൻ്റെ കവിതയിൽ ആവർത്തിച്ചു വരുന്ന കാര്യമാണ്. അദ്ദേഹം പ്രണയ കവിതകളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇഷ്ടം കൊണ്ട് വിശ്വപ്രസിദ്ധമായ പ്രണയ കാവ്യം പാബ്ലോ നെരൂദയുടെ സാഡസ്റ്റ് പോയം അദ്ദേഹം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പറയാറുണ്ട്, വിവർത്തനത്തിൽ ചോർന്നു പോകുന്നത് എന്താണോ അതാണ് കവിത എന്ന് പറഞ്ഞാൽ കവിത വിവർത്തനം ചെയ്യാൻ സാധിക്കില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഏതൊരു വിവർത്തകനെയും കൊതിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന തരത്തിലാണ് പാബ്ലോ നെരൂദയുടെ വിശ്വപ്രസിദ്ധ പ്രണയകാവ്യമായ സാഡസ്റ്റ് പോയം ബാലചന്ദ്രൻ ചുള്ളിക്കാട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിവിടെ ഞാൻ എടുത്തു പറയാൻ കാരണം, സന്ദർശനം എന്ന കവിതയിൽ നമ്മൾ കാണുന്ന പ്രണയനഷ്ടവും വിഷാദവും വിരഹവും നമുക്ക് സാഡസ്റ്റ് പോയമിലും കണ്ടെത്താൻ കഴിയും. ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ് പോയം എന്ന് തുടങ്ങുന്ന കവിതയിൽ, ഓൺ നൈറ്റ് ലൈക്ക് ദിസ് ഐ ഹെൽഡ് ഹെർ ഇൻ മൈ ആംസ്, ഐ കിസ്ഡ് ഹെർ സോ മെനി ടൈംസ് അണ്ടർ ദ ഇൻഫിനിറ്റ് സ്കൈ. ഓൺ നൈറ്റ് ലൈക്ക് ദിസ് ഐ ഹെൽഡ് ഹെർ ഇൻ മൈ ആംസ്, ഐ കിസ്ഡ് ഹെർ സോ മെനി ടൈംസ് അണ്ടർ ദ ഇൻഫിനിറ്റ് സ്കൈ എന്ന വരികളെ, ഇതു കണക്കെത്ര രാത്രികൾ നീളെ ഞാൻ അവളെ വാരിയെടുത്തിതൻ കൈകളിൽ, അതിരെഴാത്ത ഗഗനത്തിനു കീഴിലായി അവളെ ഞാനും അവച്ചു തെരുതെരേ എന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ
ഏത് വിവർത്തകനും കൊതിച്ചു പോകും. അത്ര സുന്ദരമാണ് മൂലരൂപത്തോടൊപ്പം നിൽക്കുന്ന ആ പരിഭാഷ. ഒരുപക്ഷെ പ്രണയ കവിതകൾ ഏറ്റവും ഹൃദയസ്പർശിയാകുന്നത് വിരഹവും വിഷാദവും ചേരുമ്പോഴാണ്. വിഷാദ സ്പർശമില്ലാത്ത പ്രണയ കവിതകളൊന്നും അത്രത്തോളം ഹൃദയസ്പർശി അല്ല. സഫലമായ പ്രണയങ്ങളിൽ നിന്ന് നല്ല പ്രണയ കവിതകൾ ഉണ്ടാവില്ല. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രണയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, പ്രണയനഷ്ടവും വിരഹവും ഒക്കെ വരുമ്പോൾ ആ വിഷാദത്തിലാണ് മനോഹരമായ പ്രണയ കവിതകൾ ഉണ്ടാകുന്നത്. ഞാൻ സൂചിപ്പിച്ച ആനന്ദധാരയും ബഹു പ്രിയപ്പെട്ട പക്ഷിയും വ്യർത്ഥമാസത്തിലെ കഷ്ടരാത്രിയും ഒക്കെ അത്തരത്തിൽ പ്രണയനഷ്ടത്തിൻ്റെ കവിതകളാണ്. നമ്മുടെ രമണനും, ചങ്ങമ്പുഴയുടെ രമണനും പ്രണയനഷ്ടത്തിൻ്റെ കവിതയാണ്. നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യവുമാണ്, വിഷാദത്തിൻ്റെ നിഴൽപ്പാട് വീഴുമ്പോഴാണോ പ്രണയ കവിതകൾ ഹൃദയസ്പർശികളാകുന്നത്? അവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഡസ്റ്റ് പോയം അടക്കമുള്ള കവിതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, പ്രണയത്തിൻ്റെ നഷ്ടവും വിരഹവും വിഷാദവുമാണ് പ്രണയ കവിതകളെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നത്. ഇനി സന്ദർശനം എന്ന കവിതയിലേക്ക് കടക്കുമ്പോൾ, പരീക്ഷയെ വെച്ചിട്ട് നോക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് കവിയുടെ പ്രണയത്തിൻ്റെ ഭൂതകാല അനുഭവങ്ങളാണ്. അതെഴുതുമ്പോൾ 3 കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടാവണം. ഒന്ന്, കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത അവളുടെ വിരൽ തൊട്ടപ്പോൾ കവിയുടെ മനസ്സിൽ കിനാവുകൾ ചുരന്നത്. അവളുടെ ഒരു സ്പർശം മാത്രം മതിയായിരുന്നു, മനസ്സ് ചുരന്നൊഴുകുകയാണ്. കിനാവുകളാണ് മനസ്സിൽ ചുരന്നൊഴുകുന്നത്. മറ്റൊന്ന്, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണമേറ്റ് കവി എന്ന പൂമരത്തിന്റെ ചില്ലകൾ പൂത്തുലഞ്ഞത്. അവളുടെ സൂര്യ തേജസ്സുള്ള ആകർഷകമായ ആ കണ്ണുകളിൽ നിന്ന് പ്രസരിച്ച പ്രകാശത്തിൽ ആ ഒരു കടക്കണ്ണിന്റെ നോട്ടം മാത്രമേ വേണ്ടി വന്നുള്ളൂ കവി എന്ന പൂമരം പൂത്തുലയാൻ. മറ്റൊന്ന്, ചിദംബരത്തെ സന്ധ്യകളിൽ അവളുടെ നെറ്റിയിലെ കുങ്കുമം മാഞ്ഞ് അത് ചിദംബരാകാശത്തിന് സാന്ധ്യശോണിമ പകർന്നത്. അത് ചിദംബര സ്മരണകൾ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രണയത്തിൻ്റെ ശാരീരിക അനുഭവമാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയും. പ്രണയത്തിൻ്റെ ശാരീരിക അനുഭവം കവിയുടെ ജീവിതത്തിലുണ്ട്. അത് ചിദംബരവുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ അവളുടെ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞ് ചിദംബരാകാശത്തിന് സാന്ധ്യശോണിമ പകർന്ന ആ അനുഭവം, അതൊക്കെ മറവിയിലേക്ക് മാഞ്ഞുപോയി എന്നാണ് കവി പറയുന്നത്. ഈ 3 അനുഭവങ്ങളാണ് കവി പ്രണയത്തിന്റെ ഭൂതകാല അനുഭവങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പിന്നീട് അതുമായിട്ട് അതിൻ്റെ നേരെ വിപരീതമായ അവസ്ഥയാണ് കവിയുടെ വർത്തമാനകാല ജീവിതം. അവിടെ ഇതൊന്നുമില്ല. പ്രണയ നഷ്ടത്തിന് ശേഷം, പ്രണയം നഷ്ടപ്പെടുത്തേണ്ടി വന്നതിന് ശേഷം നഗരത്തിലെ നരകരാത്രികൾ, നിർത്താത്ത അലച്ചിലുകൾ, മരണവേഗത്തിലോടുന്ന വണ്ടികൾ, സത്രച്ചുമരുകൾക്കുള്ളിലെ ജീർണ ജീവിതം, മദിരയിൽ മുങ്ങിമരിച്ച രാത്രികൾ, കവിത പോലും വരണ്ടുപോയ ദിവസങ്ങൾ, ചുണ്ടിൽ കറപിടിച്ച കവിത പോലും നഷ്ടപ്പെട്ടു പോയ ആ നരകരാത്രികളായിരുന്നു പിന്നീട് കവിക്ക് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനകാല ജീവിതത്തിൻ്റെ അടയാളങ്ങളാണ്. ഇത് രണ്ടും വിപരീത അവസ്ഥകളിൽ നിൽക്കുന്നതാണ്. ഇത് 2 ചോദ്യങ്ങളായിട്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ്. പിന്നെ ഒരു ചോദ്യം ഇതാണ്, പ്രണയതീരത്ത് സാന്ത്വനം കൊള്ളാൻ ശ്രമിക്കുമ്പോഴും അതിനാവാതെ പോകുന്ന ഒരു വിഹ്വല മനസ്സിന്റെ യാത്രാരേഖയാണോ സന്ദർശനം എന്ന കവിത? ആസ്വാദനം എഴുതാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു ആ പ്രണയനഷ്ടവും ഈ അലച്ചിലും ഈ നരകരാത്രികളും ഒക്കെ. ആശ്വസിക്കണമെന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ അലച്ചിലുകൾക്കിടയിൽ എപ്പോഴെങ്കിലും അവളുടെ മുഖം മനസ്സിൽ തെളിയുമ്പോഴാണ് അദ്ദേഹം ഇത്തിരിയൊന്ന് ആശ്വസിക്കുന്നത്. ജന്മാന്തരങ്ങളിൽ പോലും അദ്ദേഹത്തിന് ആശ്വാസം പകരുന്ന സ്നേഹ സാന്നിധ്യമാണ് കാമുകി. അവളെ അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ പ്രണയം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയാം. അവളോടൊരു യാത്ര പറയാൻ പോലും കഴിയില്ല. യാത്ര പറയാൻ ശ്രമിച്ചു പോയാൽ തൊണ്ടയിൽ പിടയുന്ന ഏകാന്തരോദനം ഒരാർത്തനാദമായി പുറത്തു വരും. കരയാൻ പാടില്ല. എന്നേ പിരിഞ്ഞവർ ഇനിയൊരു കരച്ചിലിന് ഒരു സാങ്കത്യവുമില്ല. അതുകൊണ്ട് നിശബ്ദമായി തൊണ്ടയിൽ പിടയുന്ന ആ വിലാപത്തിന്റെ കിളിയെ അവിടെ തന്നെ ഒതുക്കി മൗനമായി യാത്ര പറയുക മാത്രമേ കവിയുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ. അപ്പോൾ പ്രണയതീരത്ത് സാന്ത്വനം കൊള്ളണം എന്നുണ്ട്, പക്ഷേ അസാധ്യമാണത്. അങ്ങനെ ഒരു ജീവിതം തനിക്ക് അസാധ്യമാണ്. ആ രീതിയിൽ ആ ഉത്തരം നിങ്ങൾക്ക് എഴുതാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ 3 പ്രവർത്തനങ്ങൾക്കാണ്
നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകി പറയുന്നത്. ഒന്ന്, പ്രണയത്തിന്റെ ഭൂതകാലാനുഭവങ്ങൾ. 2, കവിയുടെ വർത്തമാനകാല ജീവിതം. 3, പ്രണയതീരത്ത് സാന്ത്വനം കൊള്ളാൻ ശ്രമിക്കുമ്പോഴും അതിനാവാതെ പോകുന്ന ഒരു വിഹ്വല മനസ്സിന്റെ യാത്രാരേഖയാണോ സന്ദർശനം എന്ന കവിത? ഒരു ആസ്വാദനമാണത്. ഈ കവിതയെ സമഗ്രമായി കണ്ടുകൊണ്ടുള്ള ഒരു ആസ്വാദനം. പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാഷയെക്കുറിച്ച് ഉള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഏറെ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും അത് ഈ പാഠത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഞാൻ കാണുകയാണ്. കാരണം ആധുനികനായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് കാൽപ്പനികതയിലേക്ക് വഴുതി വീഴുമ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതയെ ആധുനികമാക്കി നിലനിർത്തുന്നത് അതിൻ്റെ വിസ്മയകരമായ ഭാഷയാണ്. അത് തീർച്ചയായും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതുപോലെ ഈ കവിതയിൽ കാണുന്ന സംഗീതാത്മകത വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം ഈ കവിതയെ സമീപിക്കാൻ. അത് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന കവിയെ കൂടി അറിഞ്ഞിരിക്കണം. അദ്ദേഹം ജീവിച്ച കാലത്തെയും ഈ കവിതകൾ എഴുതാനിടയായ കാലത്തെയും ചരിത്രത്തെയും കൂടി അറിഞ്ഞിരിക്കണം. ഒപ്പം ചിദംബര സ്മരണകൾ എന്ന പുസ്തകം കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. ബാക്കി നമുക്ക് അടുത്ത പാഠങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫെമിനിസം എന്ന ചിന്താ പദ്ധതിയെയും അത് അടിസ്ഥാനമായുള്ള ഫെമിനിസ്റ്റ് സാഹിത്യത്തെയും സാമാന്യമായി പരിചയപ്പെടുകയുണ്ടായി. അതുപോലെ മലയാളത്തിൽ പെണ്ണെഴുത്ത്, അതിൻ്റെ ഒരു ചരിത്രവും പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ചുള്ള ചില സൂചനകളും ഒക്കെ സാമാന്യമായ ചില ധാരണകൾ നമുക്ക് ഈ പാഠത്തിൻ്റെ പഠനത്തിൻ്റെയും കിട്ടുകയുണ്ടായി. കെ.ആർ. മീരയെ പെണ്ണെഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവായി പരിചയപ്പെടുത്തുന്നതിനൊപ്പം സമകാലിക മലയാള കഥയിലെ കരുത്തുറ്റ ശബ്ദമായി, സമകാലിക മലയാള കഥയുടെ നല്ല മാതൃകയായി കെ.ആർ. മീരയെ പരിചയപ്പെട്ടു. കെ.ആർ. മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ പെണ്ണെഴുത്തിൻ്റെ മാതൃകയുമാണ്. അതേസമയം മലയാളത്തിൻ്റെ സമകാലിക ചെറുകഥയുടെ ഓജസ്സും സൗന്ദര്യവും തികഞ്ഞ കഥയാണ്. ഈ കഥയിൽ സ്ത്രീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ, അത് വ്യത്യസ്ത തലങ്ങളിൽ സ്ത്രീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയാണ് പ്രധാന പ്രമേയം. അതിൻ്റെ ശീർഷകം മുതൽ നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ ക്ലാസ്സുകളിൽ വിശകലനം ചെയ്തതാണ്. എല്ലാ തലമുറയിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഞരമ്പുണ്ടെന്ന് എഴുത്തുകാരി വിശ്വസിക്കുന്നു. അത് അവർ അനുഭവിക്കുന്ന, തലമുറ വ്യത്യാസമില്ലാതെ അവരനുഭവിക്കുന്ന സമാനതയുള്ള അസ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം തന്നെയാണ്. അതാണ് അവരെ പരസ്പരം തലമുറകളായി ബന്ധിപ്പിച്ചു നിർത്തുന്നത്. കഥയിലെ വൃദ്ധയും പെൺകുട്ടിയും സമാന ജീവിതാവസ്ഥകളാണെന്ന് കഥ അന്ത്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരേ ഞരമ്പാണ് അവർ തേടുന്നത്. ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം, അവിടെ നിന്നാണ് നമ്മൾ ഈ കഥയുടെ വിശകലനം ആരംഭിച്ചത്. പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമേഖലകൾ, ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളതും ഏറ്റവും നല്ല സാധ്യതയുള്ളതായ ചോദ്യം, വൃദ്ധ എഴുതിയ 3 കഥകൾ, ആ കഥകളിൽ അവരുടെ ജീവിതം എങ്ങനെയാണ് അടയാളപ്പെട്ട് കിടക്കുന്നത് എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം. 1.5 പുറമെഴുതേണ്ട 8 മാർക്കിന്റെ ചോദ്യമായിട്ട് അത് ചോദിക്കും. അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഉത്തരത്തിൽ ഉണ്ടാവേണ്ട പ്രധാന വാല്യൂ പോയിന്റ്സ്, വൃദ്ധ എഴുതിയ കഥകളുടെ സൂചനയും അതെങ്ങനെ അവരുടെ ജീവിതത്തിന്റെ സൂചനയും ആകുന്നു എന്നാണ്. അവരെഴുതിയ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയെ കുറിച്ചുള്ള കഥയാണ്. അവരുടെ ഭർത്താവ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അദ്ദേഹത്തെ പോലെ പഠിച്ച പെൺകുട്ടിയാണ് ഇവർ. അദ്ദേഹത്തെ പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കാനും ഒരു സാമൂഹിക ജീവിയായി ഇരിക്കാനും ഒക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാമൂഹിക ജീവിതം അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് എന്ന് മാത്രമല്ല, അവർ നേരത്തെ ഒരു കവി സമ്മേളനത്തിൽ കവിതയൊക്കെ ചൊല്ലിയിട്ടുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരം ഒരു പൊതുജീവിതം അവരാഗ്രഹിച്ചിട്ടുണ്ട്. അവർക്കത് സാധ്യമായില്ല. നടക്കാതെ പോയ ആ ആഗ്രഹത്തെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയിലൂടെ വൃദ്ധ അവതരിപ്പിച്ചത്. അവിടെ ഓർക്കേണ്ടത് കഥയുടെ കണ്ടന്റ് എന്താണ്, അതിൽ അവരുടെ ജീവിതം എങ്ങനെ പ്രതിഫലിക്കും. രണ്ടാമത്തെ കഥ അവർ ശ്രീരാമ വിജയം എന്ന് പേരിട്ട കഥയാണ്. അവർ ആ കഥ എഴുതുമ്പോൾ അവരുടെ ഭർത്താവ് ഡൽഹിയിൽ MP ആയി കഴിഞ്ഞു. ശ്രീരാമ വിജയം, അവരുടെ ഭർത്താവിന്റെ വിജയം. പക്ഷേ എഴുത്തുകാരി സ്വതന്ത്രയായില്ല. വൃദ്ധയായ ഈ സ്ത്രീ, ഇവർ കുടുംബിനിയായിരുന്ന അവർ സ്വതന്ത്രയായില്ല. അവർ വീടിന്റെ തടവിലായിരുന്നു.
തൊഴുത്തിലെ പശുവിനെ നോക്കലും പരേതാത്മാക്കൾക്ക് വിളക്ക് വയ്ക്കലും ഒക്കെ ആയിട്ട് കുടുംബ ജീവിതത്തിന്റെ കെട്ടുകൾക്കുള്ളിൽ ചുരുങ്ങിക്കിടക്കുകയായിരുന്നു. അന്ന് അവരനുഭവിച്ച അസ്വാതന്ത്ര്യങ്ങളാണ് അവരുടെ രണ്ടാമത്തെ കഥയിലെ വിഷയം. കഥ എഴുതാൻ ആഗ്രഹിച്ച, അത് നടക്കാതെ പോയ ഒരു സ്ത്രീയെക്കുറിച്ച്. അവർ ആണുങ്ങളുടെ കള്ളപ്പേരിൽ കഥ എഴുതി. അതിൽ ചില കഥകൾ ജനശ്രദ്ധ നേടുകയും സമ്മാനിതമാവുകയും ചെയ്തപ്പോൾ പത്രപ്രവർത്തകർ അവരുടെ വീട്ടിൽ വരുന്നു. ആ കഥ എഴുതിയത് താനാണെന്ന് ഭർത്താവ് അവകാശപ്പെടുന്നു. ഇതാണ് ആ കഥയുടെ ഉള്ളടക്കം. ആ കഥയിലൂടെ അവർ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ജീവിതം എന്താണ്? അവരുടെ ജീവിതം എഴുതാൻ ആഗ്രഹിച്ച, എഴുതാൻ അനുവാദം കിട്ടാത്ത ജീവിതം. അപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത തൻ്റെ എഴുത്തു ജീവിതം, അതാണ് രണ്ടാമത്തെ കഥയിലൂടെ വൃദ്ധ അവതരിപ്പിക്കുന്നത്. മൂന്നാമത്തെ കഥയുടെ ഉള്ളടക്കമോ ശീർഷകമോ കൃത്യമായി കഥയിൽ പറയുന്നില്ല. ദുർമരണം എന്ന് പറഞ്ഞു. അവരുടെ ജീവിതം തന്നെയാണ് ആ ദുർമരണം. ഒരു ദുർമരണം പോലെ ഒരു ജീവിതം. വൃദ്ധ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നും അതോടെ അവരുടെ ഓർമ്മകൾ ശിഥിലമായെന്നും ഒക്കെ കഥയ്ക്ക് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ അവരെ പോലെ പരിണിതപ്രജ്ഞയായ ഒരാൾ, അതും MP ആയ ഒരാളുടെ ഭാര്യ, അങ്ങനെ ഒരു സാഹസത്തിന് മുതിരും എന്ന് കണ്ണുപൂട്ടി വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിലും അവരുടെ ജീവിതമേ ഒരു ദുർമരണമായിരുന്നു എന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ വൃദ്ധയുടെ 3 കഥകളിൽ അവരുടെ ജീവിതം അടയാളപ്പെട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. 8 മാർക്കിന് 1.5 എഴുതാം. ഇതിന്റെ പ്രധാന വാല്യൂ പോയിന്റ്സ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനെ ഇൻട്രഡക്ഷനും ഒക്കെ കൊടുത്ത് മനോഹരമാക്കി നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതുപോലെ ഇത്തിരി വിശാലമായിട്ട് എഴുതാവുന്ന ചോദ്യമാണ്, സ്ത്രീ സ്വാതന്ത്ര്യം ഏതെല്ലാം തലങ്ങളിലാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ വിശകലനം ചെയ്യപ്പെടുന്നത്? സ്ത്രീ സ്വാതന്ത്ര്യം ഏതെല്ലാം തലങ്ങളിൽ? നമുക്ക് 3 തലങ്ങളിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യ പ്രശ്നത്തെ ഈ കഥയിൽ നിന്ന് ഇഴപിരിച്ചെടുക്കാൻ കഴിയും. 1, കുടുംബിനിയായ സ്ത്രീ. 2, എഴുത്തുകാരിയായ സ്ത്രീ. 3, ഒരു സാമൂഹിക ജീവിയായ സ്ത്രീ. ഈ 3 തലങ്ങളിലും അവർ അസ്വതന്ത്രയായിരുന്നു. കഴിഞ്ഞ ഉത്തരത്തിന്റെ വിശദീകരണത്തിലെല്ലാം ഒന്നാണ്. കുടുംബിനിയായ സ്ത്രീ പൂർണ്ണ അസ്വതന്ത്രയായിരുന്നവർ. അവർക്ക് ചോറും കറിയും വെക്കാനും പെറാനും ആണ് അവർ വിധിക്കപ്പെട്ടത്. അത് കഥയിൽ കൃത്യമായി പറയുന്ന വാക്യമാണ്. ആ വാക്യം മറന്നുപോകരുത്. ഓർമ്മയുടെ ഞരമ്പിനെ കുറിച്ച് എഴുതുന്ന, സ്ത്രീയുടെ അസ്വാതന്ത്ര്യത്തെ കുറിച്ച് എഴുതുന്ന ഏത് ഉത്തരത്തിലും ഉറപ്പായിട്ടുണ്ടാവേണ്ട വാക്യമാണ്. പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം എന്ന പൊതുബോധം. അമ്മായിയമ്മയുടെ വായിൽ നിന്ന് വീണ ആ വാക്യമാണ് പൊതുബോധം. സ്ത്രീ ഇങ്ങനെ ആയാൽ മതി എന്ന ശീലം, ആചാരം പോലെ കൊണ്ടു നടക്കുന്ന ആ ഒരു വിശ്വാസമാണ് കഥയിലെ പൊതുബോധം. ഇതിനോടാണ് വൃദ്ധ കലഹിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചോറും കറിയും വെക്കാനും പെറാനും വിധിക്കപ്പെട്ട പെണ്ണ്, തൊഴുത്തിലെ പശുവിന് തീറ്റ കൊടുക്കാനും പരേതാത്മാക്കൾക്ക് വിളക്ക് വെക്കാനും ഒക്കെ വിധിക്കപ്പെട്ട പെണ്ണ്, സ്വന്തം മക്കൾക്ക് പേരിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത പെണ്ണ്. ഇതൊക്കെയാണ് കുടുംബിനി എന്ന തരത്തിൽ അവരനുഭവിച്ച സ്വാതന്ത്ര്യം. എഴുത്തുകാരി എന്ന രീതിയിലോ? പെണ്ണ് കഥ എഴുതിയിട്ട് കുടുംബത്തിലേക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന അമ്മായിയമ്മ. അവിടെ ചോറും കറിയും വെക്കലും പെറലുമാണെന്ന് അവർ പറയുന്നു. അതിനപ്പുറത്തൊരു മേഖലയില്ല. തൻ്റെ എഴുത്തു ജീവിതം ആ വീട്ടിൽ നടക്കില്ല. അവർ രഹസ്യമായിട്ടാണ് കഥ എഴുതിയത് എന്ന് മാത്രമല്ല, ആ കഥ ഒരാളിനെയും അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാണേണ്ട ഭർത്താവ് പോലും ആ കഥയെ അവഗണിക്കുകയായിരുന്നു. കവി സമ്മേളനത്തിൽ കവിത എഴുതിയ പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. പക്ഷെ അവരെഴുതിയ ഒരു കഥയൊന്ന് നോക്കാൻ പോലും അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. അതാണ് എഴുത്തുകാരി എന്ന രീതിയിൽ അവരുടെ ജീവിതം. 3ാമത്തെ സാമൂഹ്യ ജീവി എന്ന രീതിയിൽ അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കാനും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാനും സാമൂഹ്യ ജീവിയായിട്ട് നിലനിൽക്കാനും ഒക്കെ ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല. എന്തിന്? പുറം ലോകത്തേക്കുള്ള സഞ്ചാരങ്ങൾ പോലും വിലക്കി. ഡൽഹി കാണാനൊന്നും അവരെ കൊണ്ടുപോയില്ല. അവർ തൊഴുത്തിലായിരുന്നു, പശുവിൻ്റെ ഒപ്പം. പുറം ലോകങ്ങൾ പോലും അവർ കന്യമായി പോയി. അങ്ങനെ ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിലും അവർ അസ്വതന്ത്രയായിരുന്നു. അപ്പൊ ഈ 3 തലങ്ങളിലാണ് സ്ത്രീ ജീവിതം ഈ കഥയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പിന്നെ കഥയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വൃദ്ധയും ആ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പെൺകുട്ടി വൃദ്ധയുടെ മുറിയിലേക്ക് വരുമ്പോൾ അവളുടെ മനസ്സിൽ ഈർഷ്യയും അവജ്ഞയുമായിരുന്നു. പക്ഷെ അവസാനത്തിലെത്തുമ്പോഴേക്ക് മതിപ്പും ആകാംക്ഷയുമായി വഴിമാറും. ആ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നാണ്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി വൃദ്ധ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധമുള്ള, എഴുത്തും വായനയും അറിയുന്ന, കഥ എഴുതാൻ കഴിയുന്ന, അനുഭവതീഷ്ണമായ ഒരു ജീവിതം നയിക്കുന്ന പെണ്ണാണ് എന്ന് മനസ്സിലായി.
ആ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി അതാണ്. ഏറ്റവും സ്വാതന്ത്ര്യബോധമുള്ള ആൾ ആ സ്ത്രീയാണ്. അവിടെ ഒരു ഔഷധത്തിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പെണ്ണിന്റെ ഗന്ധം അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ പതുക്കെ ആ മുറിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. പിന്നെ വൃദ്ധയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ വൃദ്ധ താൻ തന്നെയല്ലേ എന്ന തന്മയീഭാവത്തിലേക്ക് വരെ പെൺകുട്ടി എത്തുന്നു. വൃദ്ധയുടെ പല്ലിളകുമ്പോൾ തൻ്റെ പല്ലാണോ ഇളകുന്നത് എന്ന് പെൺകുട്ടി സംശയിച്ച് അത് ഒതുക്കി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ പെൺകുട്ടി തന്മയീഭാവത്തിലെത്തുകയാണ്. താൻ വൃദ്ധ തന്നെ, അവരുടെ അതേ ജീവിതമാണ് താൻ അനുഭവിക്കുന്നത്. അതിന്റെ സൂചനയായിട്ട് സീമന്തരേഖയിലെ സിന്ദൂരം വിരലിലൊട്ടി ഒരു തുള്ളി രക്തമായി നിലത്ത് വീണ് മരിച്ചു എന്നൊരു വാക്യവും കൂടിയുണ്ട്. അപ്പൊ തൻ്റെ ദാമ്പത്യവും വൃദ്ധ അനുഭവിച്ചു തീർത്ത ദാമ്പത്യവും സമാനമാണ്, അസ്വാതന്ത്ര്യങ്ങളുടെ ദാമ്പത്യം. പിന്നീട് പെൺകുട്ടി ആകാംക്ഷയിലേക്കാകുന്നു. അവരുടെ കഥകൾ കേൾക്കാൻ ആകാംക്ഷയിലേക്ക് എത്തുന്നു. ഒടുവിൽ ആത്മബോധത്തോടെയാണ് അവൾ തൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോകുന്നത്. താൻ ശ്രീജിത്ത് എന്ന പുരുഷന്റെ, ആ യജമാനന്റെ ഒരടിമ മാത്രമാണ് എന്ന തിരിച്ചറിവോടെയാണ് തൻ്റെ മുറിയിലേക്ക് പോകുന്നത്. ആ മുറിയിൽ അവൾ തന്നെ തിരയുകയാണ് നിലക്കണ്ണാടിക്ക് മുമ്പ്. അവിടെയാണ് അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനന്റെ ഈർഷ്യയോടെ ശ്രീജിത്ത് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ വൃദ്ധയിൽ നിന്ന് വൃദ്ധയോട് തുടക്കത്തിൽ തോന്നുന്ന ഈർഷ്യയും അറപ്പും ക്രമേണ മാറി 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 വൃദ്ധയോടുള്ള മതിപ്പായിട്ടും വൃദ്ധയുടെ കഥ അറിയാനുള്ള ആകാംക്ഷയായിട്ടും മാറുന്നത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരു ചോദ്യം. 8 മാർക്കിന്റെ നല്ലൊരു ചോദ്യമായി ഈ പാഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പെണ്ണ് ചോറും കറിയും വെക്കണം പെറണം എന്ന പൊതുബോധത്തോടുള്ള കലാപമാണോ വൃദ്ധയുടെ ജീവിതം? നിങ്ങളുടെ അഭിപ്രായം എഴുതാനുള്ള ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഈ കഥയിലെ ഏറ്റവും പ്രധാന വാക്യത്തിൽ നിന്നൊരു ചോദ്യം എന്ന രീതിയിലും പ്രധാനമാണ്. അവിടെ വൃദ്ധയുടെ ജീവിതം ഒരു കലാപമാണെന്ന് പറയുമ്പോൾ നിശബ്ദമായ ഒരു കലാപം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. വൃദ്ധ വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. അവർക്ക് കൂട്ടുകുടുംബത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ഒരു പൊതുബോധത്തെയും അവർ അതിലംഘിക്കുന്നില്ല. അവർ ചോറും കറിയും വെച്ചും പെറ്റും ജീവിച്ചു. തൊഴുത്തിലെ പശുവിനെ നോക്കിയും അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചും ജീവിച്ചു. പുരുഷന്റെ എല്ലാ അധികാരത്തെയും എല്ലാ കോയ്മയും അംഗീകരിച്ചു. അമ്മായിയമ്മയുടെ നിർദ്ദേശങ്ങളെല്ലാം അപ്പടി പാലിച്ചു. എവിടെയാണ് അവർ പൊതുബോധത്തെ ലംഘിച്ചത്? ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. പെണ്ണ് കഥ എഴുതിയിട്ട് വീട്ടിലേക്ക് എന്താ കാര്യം എന്ന് ചോദിച്ച ചോദ്യത്തെ രഹസ്യമായിട്ടെങ്കിലും അതിലംഘിക്കാൻ അവർക്ക് കഴിയും. രഹസ്യമായി മാത്രം. അവർക്ക് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ ഒരു ചങ്ങലയെയും യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായി പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പരോക്ഷമായി അവർ തൻ്റെ എഴുത്തിലൂടെ ഈ പൊതുബോധത്തോട് കലഹിക്കുകയായിരുന്നു. എഴുത്തിലൂടെ ഒരു നിശബ്ദമായ കലാപം, ഒരു വിപ്ലവം. ആ വിപ്ലവത്തിന്റെ അഗ്നിയാണ് അവർ ശ്രീജിത്തിന്റെ ഭാര്യയായ പെൺകുട്ടിയിലേക്ക് കൊളുത്തി കൊടുക്കുന്നത്. അത് പ്രധാനമാണ്. നമ്മൾ ജോനാഥനിൽ കാണുന്ന പോലെ താൻ അറിഞ്ഞത്, താൻ നേടിയത്, താൻ കണ്ടെത്തിയത് പുതിയൊരു തലമുറയ്ക്ക് പകരുക എന്ന കാര്യം കൂടി വൃദ്ധ കഥയിൽ ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയിലേക്ക് അവർ ആത്മബോധം നിറച്ചു കൊടുത്തിട്ടാണ് വിടുന്നത്. പറയുന്നുണ്ട്, ഓർമ്മകൾ നഷ്ടപ്പെടരുത്. ഏതോർമ്മയാണ് നഷ്ടപ്പെടരുതാത്തത്? താൻ ആരാണ്, താൻ എന്താണ് എന്നുള്ള ഓർമ്മകൾ. പുരുഷന്റെ കോയ്മയ്ക്ക് കീഴിൽ മാത്രം ഒതുങ്ങി ജീവിക്കേണ്ടവളല്ല എന്ന തിരിച്ചറിവ്, ആ ബോധം നഷ്ടപ്പെടരുതെന്ന് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് വൃദ്ധ പെൺകുട്ടിയെ തിരികെ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിശബ്ദ കലാപം വൃദ്ധ സൃഷ്ടിക്കുന്നു എന്നേ നമുക്ക് ആ ഉത്തരത്തിൽ എഴുതാൻ കഴിയും. അല്ലാതെ വലിയ വിപ്ലവകരമായ ഒരു മാറ്റമൊന്നും പ്രകടമായി പ്രത്യക്ഷത്തിൽ നടത്താൻ അവർക്ക് കഥയിൽ കഴിയുന്നതായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ഈ കഥയിൽ ധ്വന്യാത്മകമായ കുറേയേറെ വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ ഉപയോഗിച്ച് നല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ധ്വന്യാത്മകമായ അത്തരം കുറേ വാക്യങ്ങൾ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. സീമന്തരേഖയിലെ സിന്ദൂരം വിരലിലൊട്ടി ഒരു തുള്ളി രക്തമായി നിലത്ത് വീണു മരിച്ചത്. അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനന്റെ ഈർഷ്യയോടെ ശ്രീജിത്ത് ചോദിച്ചു, എന്താ നോക്കുന്നത്? ആ വീട്ടിലെ ഏറ്റവും വായു സഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടിക്ക് തോന്നി. അത് എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ ഗന്ധം ആ മുറിയിൽ ഉണ്ടായിരുന്നു. അത് വൃദ്ധയുടെ വ്യക്തിത്വമാണ്, എപ്പോഴോ കത്തിത്തീർന്ന ചന്ദനത്തിരിയുടെ ഗന്ധം. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ ഓർത്തിരിക്കണം. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഓർക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ തട്ടിമറിഞ്ഞ മേശപ്പുറത്ത് തട്ടിമറിഞ്ഞ ഔഷധത്തിന്റെ ഗന്ധം, അതും പ്രധാനപ്പെട്ട ധ്വന്യാത്മകമായ വാക്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കാണുക, ശ്രദ്ധയോടെ കാണുക, അതിൽ ഇതൊക്കെ വിശദമാക്കുന്നുണ്ട്. ഇത്തരം ധ്വന്യാത്മകമായ വാക്യങ്ങളിൽ ഏത് ഉപയോഗിച്ചു വേണേലും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.
അതൊക്കെ പ്രധാനപ്പെട്ടവ തന്നെയാണ്. പിന്നെ ഈ കഥയുടെ ഘടന വെച്ചിട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു ശിഥില ഘടനയുണ്ട്. അടുക്കും ചിട്ടയുമായി ഒരു പൂർവാപര ബന്ധത്തിൽ മുൻപിൻ ക്രമത്തിൽ കഥ പറയുന്നില്ല. പടുവൃദ്ധയായ ഒരു ആളിന്റെ ചിതറിയ ഓർമ്മകളിലാണ് കഥ വരുന്നത്. അത് 9 വയസ്സ് മുതൽ അവരുടെ ഈ നിമിഷം വരെയുള്ള ജീവിതാനുഭവങ്ങൾ മുഴുവൻ അതിൽ പക്ഷെ ഉണ്ട് താനും. ചുരുങ്ങിയ വാക്കുകളിൽ, ചെറിയ സൂചനകളിൽ, പ്രത്യേകിച്ച് അവരെഴുതിയ 3 കഥയെക്കുറിച്ചുള്ള കുഞ്ഞു സൂചനകളിലാണ് ഒരു സമഗ്ര ജീവിതം നമ്മുടെ മുമ്പിൽ വരുന്നത്. പിന്നെ അവർ സൂചിപ്പിച്ച 9 വയസ്സിലെ ചില കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അടുക്കി പറക്കി നോക്കിയാൽ ഏതാനും ചില വാക്യങ്ങൾ മാത്രം. പക്ഷേ 9 വയസ്സ് മുതൽ ഈ കാലം വരെ അവരനുഭവിച്ച ജീവിതം മുഴുവൻ ഉണ്ട്. ശിഥിലം എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിനൊരു ഒരു ഒരു ഘടനയുണ്ട്. കെട്ടുറപ്പുള്ള ഒരു ഘടനയിൽ തന്നെയാണ് ആ കഥ നിൽക്കുന്നത്. ഇങ്ങനെ ചിതറിയ ഓർമ്മയിലൂടെ കഥ പറയുന്ന ആ ഒരു രീതി ഈ കഥയുടെ ഘടന സവിശേഷമായ ഒരു ഘടനയാണ്. അത് ഒരു ചോദ്യത്തിനുള്ള സാധ്യതയാണ്. ഇത്രയും ചോദ്യ സാധ്യതകളാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ കാല പരീക്ഷകളിലെ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വലിയ ചോദ്യങ്ങൾ. ഇത് കൂടാതെ 2 മാർക്കിന്റെ ചോദ്യങ്ങളും 4 മാർക്കിന്റെ ചോദ്യങ്ങളും ഒക്കെ ഈ കഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ധ്വന്യാത്മകമായ ആ വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് 4 മാർക്കിന്റെ ചോദ്യമോ 2 മാർക്കിന്റെ ചോദ്യമോ ഒക്കെ സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളൊന്നും ഈ റിവിഷൻ ക്ലാസ്സിൽ പരാമർശിക്കുന്നില്ല. അത് നിങ്ങൾ പാഠപുസ്തകം സൂക്ഷ്മമായി പലവട്ടം വായിക്കുക. അത്തരം ചോദ്യങ്ങളുടെ സാധ്യതകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം.